ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ലിവർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ബീഫ് റോസ്റ്റ് എങ്ങനെയെന്നായിരുന്നു. അപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ച് സാധാ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചത്. ഞാൻ എല്ലാ കറിയും കോക്കനട്ട് ഓയിലാണ്, റിഫൈൻഡ് ഓയിലൊക്കെ വേറെ ഫ്രൈ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചു. ഇതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചോപ്പ് ചെയ്ത് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് കീറിയത്, സവാള അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഇത്രയും അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബ്രൗണിഷ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവണ വരെ ഞാൻ ഇളക്കുന്നുണ്ട് ഫുള്ള്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ലിവർ നേരത്തെ വേവിച്ചാണ് വെച്ചേക്കണത്. ചിലവർ ലിവർ കറിയാക്കണ സമയത്താണ് ഇട്ട് വേവിക്കണത് എല്ലാം കൂടിയിട്ട്. ഞാൻ ലിവർ നേരത്തെ എക്സ്ട്രാ വേവിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഒലത്തി ഫുള്ള് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ മസാലപ്പൊടികളും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ലിവർ വേവിച്ചത് ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം, ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ. ഞാൻ ഓൾറെഡി ലിവറിൽ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉപ്പിടാത്തത്. അപ്പോൾ ഫുള്ള് വഴറ്റി കൊടുക്കുക. ഒന്ന് ബ്രൗണിഷ് ഷെയ്ഡ് ആവണ വരെ വഴറ്റുന്നുണ്ടേ. ഓക്കെ. അപ്പം ഞാൻ വഴണ്ട് വന്ന് ഒരുവിധം പച്ചമണമൊക്കെ മാറിയപ്പോഴേക്കും കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. 1.5 സ്പൂൺ ഇട്ടു കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടത് കളറ് കൂടാനായിരുന്നു, ഒരു കളറ് കിട്ടാനും. പിന്നെ അത്യാവശ്യം എരിവും ഉണ്ടാവുമല്ലോ കാശ്മീരി മുളക്. അത് ഓവർ എരിവും ഉണ്ടാവില്ല, കളറും കിട്ടും. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ എന്താ ഇട്ടേ, 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്. അപ്പം ഞാൻ തീർന്നൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് കൂടാതെ ഞാൻ വേറൊരു പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ടായിരുന്നു പുതിയത്. ചില്ലി ഫ്ലേക്സ് ആവശ്യമുള്ളവരിട്ടാൽ മതി, ഓപ്ഷണലാണ്. ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ ഇടിമുളകിൻ്റെ. അപ്പോൾ ഞാൻ ഒരു പുതിയ പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ടായിരുന്നേ. അത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ചില്ലി ഫ്ലേക്സും മല്ലിപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. ഇത്രയും ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്കൊന്ന് ഇളക്കി ഫുള്ള് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ലിവർ ഫ്രൈ ചെയ്യാനുള്ളവരാണെങ്കിലും ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഞാൻ വേവിച്ച് വെച്ച ലിവറിന് വേറെ വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒട്ടും കുഴമ്പൊന്നും ഇല്ലാതെ, കുഴമ്പ് പരുവത്തിലാക്കാതെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിച്ചു. ഇപ്പം ഞാൻ ആ സമയത്ത് എണ്ണ ഒട്ടും ഉണ്ടായില്ല, ഡ്രൈ ആയി പോയ പോലെ തോന്നി. അപ്പം ഞാൻ ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു. എന്നിട്ട് പിന്നെ ഇളക്കി ഫുള്ള് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തു. അപ്പം ഞാൻ വേവിച്ച് വെച്ചത് എടുക്കാൻ പോയി. ഇതാണ് വേവിച്ച് വെച്ചത്, നീളത്തിൽ അരിഞ്ഞതാണ്. വേവിച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞത്. അപ്പം ഞാനത് കൊട്ടിയിട്ട് ഫുള്ള് കൊട്ടി. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വേവിച്ച് കഴിഞ്ഞിട്ടാണ് കഷ്ണം കഷ്ണമാക്കി അരിഞ്ഞത്. ചിലവർ കറി ആക്കണ സമയത്തായിരിക്കും വേവിക്കണത്, അപ്പോൾ വേവ് കുറവൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ വിസിലിൽ കറക്റ്റ് അടുപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മസാല ഉണ്ടാക്കി അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. വേവിച്ചിട്ട് എല്ലാത്തിലും യോജിപ്പിച്ച് പിന്നെ റോസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര ഉള്ളായിരുന്നു. പക്ഷെ ഞാനൊന്ന് മസാല പിടിക്കാൻ, ഒന്ന് റോസ്റ്റായി, ഒരു ഫ്രൈഡ് റോസ്റ്റിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ആ രീതി വരെ ആവണം, ആ ടൈം വരെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ലിവർ റോസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ബൈ.